പഴയ ബുക്കിൽ ഏതെങ്കിലും ഒഴിഞ്ഞ പേപ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വായോ, നമുക്ക് ബാക്ക് ടു സ്കൂൾ പരിപാടി റിലേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു നോട്ട് പാഡ് ഉണ്ടാകും. നോട്ട് പാഡ് അല്ല, ടു ഡു ലിസ്റ്റിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കട്ടോ നമുക്ക്. ആദ്യമേ തന്നെ പേപ്പറൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. ഇവന് തപ്പിയിട്ടാണ് എനിക്ക് ഇവൻ്റെ പേര് മൈമെലഡിയാണ്, കിറ്റിയുടെ ഫ്രണ്ടാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കാണുന്ന വല്ല കുട്ടികളുണ്ടെങ്കിൽ ഇവൻ ആരാ എന്താണെന്നൊന്നും എനിക്ക് പറഞ്ഞു തന്നേക്കണം കേട്ടോ. മൈ മെലഡീനെയും ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പേപ്പേഴ്സിൽ ഞാനിപ്പോൾ ക്ലിപ്പാണ് ചെയ്തേക്കുന്നത്, സ്റ്റാപ്ലറാണ് യൂസ് ചെയ്തേക്കുന്നത്. പശയൊക്കെ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഓരോ പേജിനകത്തും ഞാൻ അത്യാവശ്യം ഷെയ്ഡുള്ള നമ്മുടെ ഡോംസിൻ്റെ ബ്രഷ് പെന്നില്ലേ, അതുകൊണ്ടിട്ട് ഞാൻ ചെറിയൊരു ബോർഡർ പോലെയൊക്കെ ചെയ്തു. ഈ മൈ മെലഡിയുടെ പെയിൻറ്റ് തുടങ്ങിയ ടൈമിൽ ഞാൻ എൻ്റെ മാർക്കർ വെച്ചിട്ട് ഞാൻ അതിന് ഔട്ട്ലൈൻസ് കൂടി വരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഭംഗിയിട്ടുണ്ട് കേട്ടോ ആളെ കാണാനായിട്ട്. തിക്കായിട്ടുള്ള മാർക്കർ ആണെങ്കിൽ ഒറ്റയടിക്ക് പെട്ടെന്ന് പരിപാടി തന്നേനെ. പക്ഷേ എൻ്റെ കയ്യിൽ മറ്റേ CD മാർക്കർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി ടൈം എടുത്തിട്ട് കുറച്ചും കൂടി തിക്കാക്കേണ്ടി വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ ബോർഡേഴ്സൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി. പിന്നെ നമ്മുടെ നോട്ട് പാഡിൻ്റെ ലാസ്റ്റ് പേജിൽ കുറച്ചുകൂടി ഗ്ലൂ ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒട്ടിച്ച് വെച്ചു. നമ്മുടെ ടു ഡു ലിസ്റ്റിൽ എന്താ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇനി ഓരോ ഹോംവർക്കും കാര്യങ്ങളും കൊണ്ടുപോകാനുള്ളതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഓരോന്ന് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് സെറ്റാക്കാമല്ലോ. അപ്പോൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ.